എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന കൊഴുക്കട്ട തന്നെ ഒരു വെറൈറ്റി രുചിയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കിയേക്കണേ. ഒരു മാമ്പഴം എടുത്തിട്ടുണ്ട്, ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവരാം. മാങ്ങ പീസാക്കിയിട്ട് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, 1 ടേബിൾ സ്പൂൺ പാല്. ഇതെല്ലാം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. 1 ടീസ്പൂൺ നെയ്യ് പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 3/4 കപ്പ് റവ എടുത്ത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നെയ്യിലേക്ക് ചേർത്തൊന്ന് വറുത്തെടുക്കാം. കളർ മാറണ്ട, ജസ്റ്റ് ഒന്ന് വറുത്താൽ മതി. വറുത്ത റവയിലേക്ക് അരച്ച് വെച്ചേക്കണം മാമ്പഴത്തിന്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. റവ ഒന്ന് വേവാനായിട്ടാണ്. മാമ്പഴം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടിയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ശർക്കര ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ളു ഉപ്പ്. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ശർക്കര ചേർക്കുമ്പോൾ ഒന്ന് ലൂസ് ആവും. പാനിന് വിട്ട് വരാൻ പാകത്തിന് അത് റെഡിയാക്കി എടുത്തു. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുക്കാനായിട്ട് വെക്കും. ഫില്ലിങ് തണുക്കുമ്പോഴേക്കും നമുക്ക് മാവ് കുഴച്ചെടുക്കാം. 1 കപ്പ് ഫൈൻ അരിപ്പൊടി ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ നെയ്യ്, മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 കപ്പ് ചിരകിയ നാളികേരം. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തിളച്ച വെള്ളം ചേർത്ത് മാവ് കുഴച്ചെടുക്കാം. സ്പൂണ് വെച്ച് മിക്സ് ചെയ്താൽ മതി കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് പറയാത്തതിൻ്റെ കാരണം ഓരോരുത്തരുടെ അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളം വേണ്ടി വരും കേട്ടോ. മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴയ്ക്കാൻ പാകത്തിനുള്ള വെള്ളം എടുത്തോളൂ. മാവ് ഒന്ന് തണുക്കട്ടെ. കയ്യിൽ കുറച്ച് നെയ്യ് തൊട്ട് പരത്തിയിട്ട് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കാം. കൊഴുക്കട്ട റെഡിയാക്കാം. റൗണ്ട് ഷേപ്പിലാണ് കൊഴുക്കട്ട റെഡിയാക്കുക. കേക്കൊക്കെ വാങ്ങുന്ന ആ ബൗൾ ഇട്ടില്ലേ, ആ ഷേപ്പിലാണ് റെഡിയാക്കാൻ പോണത്. ഇനി ഫില്ലിങ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാം. ഗോൾഡിന് വിടിയിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മാവെല്ലാം റെഡിയാക്കി എടുക്കാം. 10 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. കൊഴുക്കട്ട ആയിണ്ടാവും, നമുക്ക് തുറക്കാം. എല്ലായിടത്തും മാമ്പഴമുണ്ട്. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് റെഡിയാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.